ലാ 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 ലാ. ഏ എന്തെല്ലാരും വണ്ടി നോക്കിക്കണ്. ആ സോറി, പരിപാടി ഞാൻ മറന്ന്. അതായത് ഷാനവാസ് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നലെ പ്രൊമോ കണ്ടില്ല? ഈ പ്രൊമോയിൽ നല്ല കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചായിരുന്നു, കണ്ടോളെ. അതിലേക്ക് ആരെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നൂറേ അനൂനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറ്റില്ല. അനീഷ് കണ്ട ഒരു മിന്നായം പോലെ. എന്താണ് എന്റെ ബിഗ് ന്യൂസ് എഡിറ്റർമാരെ പൊട്ടത്തരം കാണിക്കുന്നത്? ഷാനവാസ് ആ സൈഡിൽ വന്നിരിക്കുന്നുണ്ട്. നീ ക്ലിയറിൽ കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കിക്കോളെ. ആ സൈഡിൽ ഒരു മൂലൊക്കെ ഇങ്ങനെ പൊന്നെ. ഇതിനെന്തെങ്കിലും പട്ടിയെങ്കിലും പോയാ പണ്ടാറിന് ബാക്ക് കടിച്ചു പോയേനെ. അപ്പോ ഇന്നലത്തെ പ്രൊമോയില് കൃത്യമായിട്ട് ഇവരെല്ലാരും ഞെട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഈ ഞെട്ടുന്ന സമയത്ത് എല്ലാവരും തല താഴ്ത്തുന്നൊക്കെ ഉണ്ട്. സത്യത്തില് നെവിന്റെ ഒരു പേരും വിളിക്കുന്നത് ലാലേട്ടൻ. ശരിക്കും ലാലേട്ടൻ അവിടെ നെവിന്റെ പേര് വിളിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതായത് നെവിൻ, ഷാനവാസ് പറയും ഇനി നീ ഔട്ടാവണമോ വേണ്ടയോ എന്നുള്ളത് എന്ന് പറയാനാവാനാണ് സാധ്യത. അല്ലാതെ നെവിൻ ഔട്ടായിട്ടില്ല എന്നുള്ളത് വിശ്വസനീയമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും എന്റെ പൊന്നുമക്കളെ കാല് കടയുണ്ട്. നമുക്ക് നീച്ചിട്ട് പറഞ്ഞിട്ടാ. കാല് കടഞ്ഞോളൂ. അതായത് ഷാനവാസ് അവിടെ എൻട്രി ചെയ്തിട്ടുണ്ട്. നെവിനോട് ചോദിക്കാൻ പോകുന്ന കാര്യവും ഇതൊക്കെ തന്നെ ആവും. ഇനി സീക്രട്ട് റൂമിലേക്ക് മാറ്റുമെന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, എല്ലാവരും ഞെട്ടിയത് അത് പാൽക്കുപ്പിക്ക് വേണ്ടിയാണോ അല്ലയോ എന്നുള്ളത്. അവിടെയും ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല. നമുക്ക് എന്തായാലും പ്രൊമോയില് ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, നമുക്കതൊന്ന് കാണാം. സിനിമക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. അതാണ് വണ്ടിയൊക്കെ കഴുകാൻ തീരുന്നത്. സമയമില്ല, വേഗം പരിപാടി അവസാനിപ്പിക്കട്ടെ. സോറി, ഓണത് സോറി ഓണായി. ഇത് പ്രേക്ഷകരുടെ തീരുമാനമാണ്. ഈ ഒരു കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം മാത്രം വെച്ചിട്ട് ഒരാളെ അല്ല, അവര് നമ്മുടെ ഷോയുടെ ഒരു ടോട്ടൽ അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടായിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. അതത്രയേ ഉള്ളൂ. ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ ലാലേട്ടാ, ബോധം വന്നല്ലോ. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. പാൽക്കുപ്പിക്ക് ഫേവറായി നിൽക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. ഇപ്പൊ അക്ബറിന് ഫേവറായി നിൽക്കുന്ന ജനങ്ങൾ കാണുന്നുണ്ട്. അക്ബറെങ്ങാനും കപ്പടിച്ച പിന്നെ ചീത്തപ്പേര് കുറച്ചൊന്നല്ല, നല്ല ചീത്തപ്പേരാവും. കാരണം അയാളുടെ സുഹൃത്താണല്ലോ എന്ത് അതിന്റെ എപ്പിസോഡ് ഡയറക്ടർ. അത് കൂടാതെ തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ വിളിച്ചാൽ അവൻ പറന്നു വരും എന്നുള്ള ഒരു സംഭവമൊക്കെ. അപ്പോ അത് ആളുകൾ ഫെയർ ആയിട്ട് കാണില്ല. അതേപോലെ തന്നെ നൂറയുടെ വിഷയത്തിൽ മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നൂറ കപ്പടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലയുടെ നാക്ക് എന്തായാലും വെറുതിരിക്കില്ല. അതിൽ ഉടനെ പറയും ഇത് ഞങ്ങളുടെ LGTVയുടെ വിജയമാണ് എന്നുള്ളത്. അപ്പൊ തന്നെ പാവം കുറെ സാധാരണക്കാരായ ആളുകൾ നെഞ്ചത്ത് കയ്യേക്കും. കുറെ അമ്മച്ചിമാര് അയ്യോ നമ്മൾ ഈ കുട്ടിക്ക് വോട്ട് ചെയ്തത് ആ ക്യൂട്ട്നെസ് കണ്ടിട്ടല്ലേ എന്നുള്ളത്. പക്ഷെ ക്യൂട്ട്നെസ് ഒക്കെ കണ്ടത് വെറുതെയാണ് നിങ്ങള്. കാരണം ജയിച്ചു കഴിഞ്ഞാൽ അവരവരുടെ ആ ഒരു തനി സ്വഭാവം അത് കാണിക്കും. LGTVയുടെ വിജയം എന്നുള്ളത്. എന്നാലും ലാലേട്ടാ ആ നെവിനെ പിടിച്ച് പുറത്താക്കാതെ ഇപ്പോഴും അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളിച്ച് ഞങ്ങളെ പറ്റിക്ക്. ഈ പ്രൊമോ ഈസ് നോട്ട് എ പ്രോമിസ് എന്നാണല്ലോ. അടുത്തത് അതിലേക്ക് ആരെങ്കിലും ഇതിൽ നിന്ന് സേവ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? നൂറേ അനൂനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറ്റില്ല. അനീഷ്, നൂറ സേവ് ആവണമെന്ന് ഞാൻ. ഷാബമാൻ, സേവ് ചെയ്യണമെന്ന് തോന്നുന്ന ആരെയാണ്? ലാലേട്ടാ ഇത് ഭയങ്കര ടഫാണല്ലോ. അതോ ഫിനാലെ കഴിഞ്ഞ ശേഷം പറയും അത്ര തന്നെ ഭയങ്കര ടഫാണല്ലോ എന്ന് പറഞ്ഞിട്ട്. സംഭവം രസമാണ്. സാബുമാൻ ഒരു കോമൺ മാൻ തന്നെയാണ്, ഒരു പാവമാണ്. സംഭവം ആളുടെ ഗെയിമിലല്ല സോറി, അവിടെ പെർഫോമൻസ് പോരാങ്കിലും ഗെയിമിൽ അടിപൊളിയായിരുന്നു. തുടക്കത്തിൽ നമുക്ക് ദേഷ്യം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ അയാളോട് ഒരു നിഷ്കളങ്ക മനുഷ്യനാട്ടോ. ഈ അനീഷേട്ടനെ പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ്. മുഖത്ത് നോക്കിയിട്ട് കുറെ കാര്യങ്ങൾ പറയാൻ ഒരു മടിയുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ ടെമ്പറ കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടില്ല. നെവിനെ കാല് വാരി നിലത്തടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഒന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പോ അതിലേക്ക് അനുമോളെയും നൂറയും ഒരുമിച്ചൊക്കെ ഒന്നോ എന്തൊക്കെ കാണണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. ഷാനവാസ്ക സൈഡിൽ ഇരിക്കുന്നുണ്ട്. ഈ ഷാനവാസ്ക വീണ സമയത്ത് അയാൾക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഇതേ വ്യക്തികൾ തന്നെ ഷാനവാസിനെ കൊന്നിരുന്നൊരു സമയമുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതും കൂടിയൊക്കെ ഓർക്കണം കേട്ടോ. അതിനാണ് ഇവിടെ നൂറ ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇല്ല കേട്ടോ. നൂറയ്ക്ക് പകരം വേറെ വല്ല ആളുകൾ ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരത് പറയുമോ, അത് പറയും LGTV ആണെന്ന് പറയും. ആ ഒരു സംഭവം നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ വോട്ടന്മാരാവും. അതുകൊണ്ടാണ് ഈ ഒരു സാധനം കേട്ടാൽ നമ്മൾ വിചാരിക്കും നെവിൻ യു സെലക്ടഡ് അല്ല പണ്ടാറം മറ്റേ സാധനം സേവ്ഡ് ഇരുന്ന് പറയും. അത്രേ ഉള്ളൂ. അല്ല വേറെ ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം വിശ്വസനീയമായിട്ടുള്ള പണ്ടാത്തി കൂടെ എല്ലാതും കിട്ടിക്കഴിഞ്ഞില്ല. എന്റെ പൊന്നുമക്കളെ കൈ അടങ്ങി ഇങ്ങനെയൊക്കെ വീടെടുക്കുന്ന സമ്മതിച്ചു പോയിട്ടാ. ഈ വ്ളോഗ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ സമ്മതിച്ചു. ഇത് വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കൈയൊക്കെ കടയിലിടൂ. അപ്പോ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അവിടെ ചെങ്ങായി എത്തിയിട്ടുണ്ട്. ആള് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട്.
എഡിറ്റർമാരത് കണ്ടില്ല, അല്ലെങ്കിൽ അതൊക്കെ കാണിക്കോ? ആളുകൾക്ക് ഒരു ചെറിയ ഹിന്റ് കിട്ടിയാൽ തന്നെ അത് കണ്ടെത്തും. ഇനിയൊന്നും വേണ്ട, കണ്ണാടിയിലെ റിഫ്ലക്ഷൻ പോലും ഇവിടുത്തെ മലയാളികൾ തൂക്കും, അത്രക്ക് ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ഉള്ളവര്. അപ്പൊ പിന്നെ എന്തിനാണ് എന്റെ പൊന്നു ലാലേട്ടൻ അതൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണ്ടേ? എന്തായാലും ആര്യൻ ഈസ് ഔട്ട് കംപ്ലീറ്റ്ലി എന്നുള്ളത് ഇന്ന് ഏകദേശം തീരുമാനമാവും. ലവിനെ വെറുതെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇതാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇട്ടു എന്നുള്ളത് തോന്നുന്നു. ഇനി ജയിലുണ്ടോ? ഇനി ജയിലുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിലിലേക്ക് ഇടും, അല്ലെങ്കിൽ 2 ദിവസം മാറിക്കെന്ന് പറയും, അല്ലെങ്കിൽ ഷാനവാസിനെ ഒരുമിച്ച് നിപ്പിച്ചിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഷാനവാസ് പറയും, വിശാല മനസ്കനായി ഷാനവാസ് പറയും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സംഭവമാക്കും, അത്ര തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി എപ്പിസോഡ് വരുമ്പോൾ കാണാം ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പൊ സിനിമക്ക് പോയിട്ട് വരാം കേട്ടാ സുലാൻ.